നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. മാവേലിക്കര പന്തളം റോഡിൽ ഇടപ്പോണിൽ വാഹനാപകടം. 17 പേർക്ക് പരിക്ക്. KSRTC ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കുടുംബശ്രീ ഓണം വിപണനമേളയ്ക്ക് തുടക്കം. കൊല്ലം ജില്ലാതല ഉദ്ഘാടനം നെടുമൺകാവിൽ. വിജ്ഞാന കേരളം പദ്ധതിയിൽ കുടുംബശ്രീ അംഗങ്ങളെ തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാക്കിയെടുക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ആനപ്പെട്ടകൊങ്കൽ നെടുമ്പച്ച വനപ്രദേശങ്ങൾ സ്വാഭാവിക വനങ്ങളാകുന്നു. യൂക്കാലിപ്സ്, അൽക്കേഷ്യ മരങ്ങൾ നീക്കം ചെയ്യും. തദ്ദേശീയ ഇനം ഫലവൃക്ഷങ്ങളുടെ 1 ലക്ഷത്തിലധികം വിത്തുകൾ ശേഖരിക്കാൻ വനയാത്രാ സമിതി. ആഘോഷങ്ങൾ ജനങ്ങളുടെ സന്തോഷം ഇരട്ടിയാക്കുമെന്ന് മന്ത്രി KV ഗണേഷ് കുമാർ. പത്തനാപുരത്ത് ഫ്ലവർ ഷോയും ഓണം ഫെസ്റ്റും ആരംഭിച്ചു. ആദ്യമായാണ് പത്തനാപുരത്ത് പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. മാവേലിക്കര പന്തളം റോഡിൽ ഇടപ്പോണിൽ വാഹനാപകടം. 17 പേർക്ക് പരിക്കേറ്റു. KSRTC ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ ഇടപ്പോണിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാവേലിക്കര പന്തളം റോഡിൽ ഇടപ്പോൺ ജംഗ്ഷന് പടിഞ്ഞാറ് ഭാഗത്താണ് KSRTC ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് 17 പേർക്ക് പരിക്കേറ്റത്. കഴിഞ്ഞ രാത്രിയായിരുന്നു അപകടം. പരിക്കേറ്റവരെ ഇടപ്പോണിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറി ഡ്രൈവർക്കും ബസ് ഡ്രൈവർക്കും യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഹരിപ്പാട് നിന്നും പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്നു KSRTC ബസ്. ടിപ്പർ ലോറി പന്തളത്തു നിന്നും അമ്പലപ്പുഴയിലേക്ക് പോവുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് ബസ് വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കൈകൊട്ടിക്കളി മത്സരം സോൺ 4 മത്സരങ്ങൾ തഴവ മണപ്പള്ളിയിൽ നടത്തി. സൗത്ത് വിഷൻ ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ടീമിലേക്ക് പോകുന്ന 3 ടീമിനും കൺഗ്രാജുലേഷൻസ് എന്ന് കരുതി മറ്റു ടീംസ് ഒന്നും മോശക്കാരല്ലെന്നല്ല, അവർ നല്ല കിടിലനായിട്ട് തന്നെ പെർഫോം ചെയ്തവർ തന്നെയാണ്. ഓണത്തെ വരവേൽക്കാനായി സൗത്ത് വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള കൈകൊട്ടിക്കളി മത്സരത്തിന്റെ സോൺ 4 മത്സരങ്ങളാണ് മണപ്പള്ളിയിൽ നടത്തിയത്. മണപ്പള്ളിയിൽ നടത്തിയ മത്സരത്തിന്റെ ഉദ്ഘാടനം താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G വേണു നിർവഹിച്ചു. കേരള വിഷന്റെ ഭാഗമായ സൗത്ത് വിഷൻ ചാനലുകൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പരിപാടിയാണ്. ആകർഷകമായ ഒരു പരിപാടി. അതായത് പുരാതന കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഇന്നിവിടെ കൈകൊട്ടിക്കളി നടക്കുന്നു. അതുപോലെ തിരുവാതിരക്കളി. അതുകൊണ്ട് ഈ കൈകൊട്ടിക്കളിക്ക് വന്ന ടീമുകളെ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. ഞാനും ഞങ്ങളുടെ ഈ പറഞ്ഞ കാർഷികോത്സവത്തിന് 2 ദിവസം തുടങ്ങുന്ന ദിവസവും ഒരു കൈകൊട്ടിക്കുളിയും തിരുവാതിര ടീമും 1 മണിക്കൂർ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. 3ാമത്തെ ദിവസവും കൈകൊട്ടിക്കുളിയും തിരുവാതിരയും 1 മണിക്കൂർ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം വന്ന് ആസ്വദിക്കാം. സൗത്ത് വിഷൻ ചെയർമാൻ ബിനു P അധ്യക്ഷത വഹിച്ചു. ദൃശ്യ TV MD അജി G സ്വാഗതം പറഞ്ഞു. SSLC +2 ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയെന്നുണ്ടായിരുന്നു. കൊല്ലത്ത് വെച്ച് നടന്ന ചടങ്ങിൽ വളരെ ഗംഭീരമായി തന്നെ 800ഓളം വരുന്ന ഈ നാട്ടിലെ മിടുക്കന്മാർക്കും മിടുക്കുകളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മൾ ആദരിക്കുകയുണ്ടായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു ആമുഖ പ്രഭാഷണം നടത്തി. തഴവ ഗ്രാമപഞ്ചായത്ത് അംഗം S ശ്രീകുമാർ, അഴകിയകാവ് ഭദ്രകാളി ക്ഷേത്രം സെക്രട്ടറി ഗംഗപ്രസാദ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി E നൌഷാദ, COA സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ മണിമന്ദിരം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിനോദ് കുമാർ T, സൗത്ത് വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ താജ് ഗോപാൽ എന്നിവർ പങ്കെടുത്തു. ദൃശ്യ TV ചെയർമാൻ ശ്രീജിത്ത് പിള്ള നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തഴവ.
കരുനാഗപ്പള്ളി അമ്മ മനസ്സ് കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു. തഴവ പാവുമ്പയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓണപ്പുടവ വിതരണം, അരി വിതരണം എന്നിവയും നടത്തി. കരുനാഗപ്പള്ളി അമ്മ മനസ്സ് കൂട്ടായ്മയുടെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പാവുമ്പയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓണപ്പുടവ വിതരണം, അംഗങ്ങൾക്കുള്ള അരി വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. കോൺഗ്രസ് കരുനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് ഉദ്ഘാടനം ചെയ്തു. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ പോലും ഒരുപക്ഷെ ചോദ്യചിഹ്നമാകാൻ സാധ്യത ഉണ്ടായിട്ട് കൂടി അവയെല്ലാം മറന്നുകൊണ്ട് ഈ സംഘടനയ്ക്ക് ചടുലമായി നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഷെന്ന ചെറുകനെ പോലെയുള്ള ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൊന്നിനും ഭയക്കേണ്ടതില്ല. നിങ്ങൾ ഈ സംഘടന കരുനാഗപ്പള്ളിയിലും ജില്ലയിലും സംസ്ഥാനത്തും അറിയപ്പെടുന്ന സംഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ അഭിമാനം നൽകുന്ന ഈ ഒരു സംഘടനയ്ക്ക് എല്ലാവിധമായ നന്മകളും ഐശ്വര്യങ്ങളും ജഗദീശൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകല ക്ലാപ്പന അധ്യക്ഷത വഹിച്ചു. ഈ കൂട്ടായ്മയുടെ കേഡർ സംവിധാനവും അച്ചടക്കവും സമയക്ലിപ്തതയും ചിട്ടയായ പ്രവർത്തനവും സുതാര്യതയും കൊണ്ട് മാത്രമാണ്. അമ്മമാരുടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഈ സംഘടനയ്ക്ക്. മായ ഉദയകുമാർ സ്വാഗതം പറഞ്ഞു. ഏറെ ബൃഹത്തായ പദ്ധതികളുമായി അമ്മ മനസ്സ് കൂട്ടായ്മ വരാൻ കാരണം ഞങ്ങളെ എല്ലാവരെയും നിയന്ത്രിക്കാൻ ചുറുചുറുക്കോടുകൂടി ഒരു വെയിലത്തും കരിയാത്ത ഉദയ സൂര്യനെ പോലെ ജ്വലിക്കുന്ന ഞങ്ങളുടെ ഡയറക്ടറാണ് ഇതിനെല്ലാം ഞങ്ങൾക്ക് നിർദ്ദേശം തരുന്നതും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നതിൽ അഭിമാനപൂർവ്വം ഞങ്ങൾ സഹോദരിമാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ഉത്തരവാദിത്വത്തോടും വളരെ ബുദ്ധിപൂർവവും വളരെ അച്ചടക്കത്തോടും മര്യാദയോടും കൂടി ഞങ്ങൾ ഈ സംഘടനയിൽ ഞങ്ങളുടെ ഡയറക്ടർ എന്തു പറഞ്ഞാലും അദ്ദേഹത്തോടൊപ്പം ബഹുമാനപൂർവ്വം സഞ്ചരിക്കാൻ കഴിയുന്ന ഞങ്ങൾ സഹോദരിമാരും ഞങ്ങളുടെ ഡയറക്ടറും ഒത്തുചേർന്നത് കൊണ്ടാണ് ഞങ്ങളുടെ അമ്മ മനസ്സ് സംഘടന ഇത്രയും. മാരിയത്ത് ബീഗം, ശകുന്തള അമ്മ വീട് തുടങ്ങിയവർ പങ്കെടുത്തു. ഉപജീവനത്തിനായി ആടിനെ നൽകുന്നതിന്റെ നറുക്കെടുപ്പ് ആദ്യകാല പ്രവർത്തകനായ ഉദയൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തഴവ. അരിപ്പൊടിയും അച്ചാറും നിർമ്മിച്ചു തുടങ്ങിയ കുടുംബശ്രീ അംഗങ്ങൾ ഇന്ന് IT മേഖലയിലെ പല ജോലികളും ഏറ്റെടുത്തു തുടങ്ങിയതായി മന്ത്രി KN ബാലഗോപാൽ. കുടുംബശ്രീ ഓണം വിപണനമേളയുടെ ജില്ലാതല ഉദ്ഘാടനം നെടുവൻകാവിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാന കേരളം പദ്ധതിയിൽ കുടുംബശ്രീ അംഗങ്ങളെ തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാക്കിയെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അരിപ്പൊടിയും അച്ചാറും നിർമ്മിച്ചു തുടങ്ങിയ കുടുംബശ്രീ അംഗങ്ങൾ ഇന്ന് IT മേഖലയിലെ പല ജോലികളും ഏറ്റെടുത്തു തുടങ്ങിയതായി മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കുടുംബശ്രീ ഓണം വിപണനമേളയുടെ ജില്ലാതല ഉദ്ഘാടനം നെടുമൺകാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിജ്ഞാന കേരളം പദ്ധതിയിൽ സ്ത്രീകളെയും പ്രധാനമായും കുടുംബശ്രീ അംഗങ്ങളെ തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാക്കിയെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിലെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. വിദ്യാഭ്യാസം നേടിയ നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെയുള്ള, പലപ്പോഴും എല്ലാവർക്കും പുറത്തേക്കൊന്നും ജോലിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്ന ധാരാളം ജോലികളുണ്ട്. അതിനകത്ത് കുടുംബശ്രീ കുറച്ചുകൂടി സജീവമാകണം നമ്മൾ പ്രവർത്തനം നടക്കുകയാണ്. വിജ്ഞാന കേരളം പോലുള്ള പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രമിക്കുന്നത് സ്ത്രീകളെ, പ്രത്യേകിച്ച് കുടുംബശ്രീ അംഗങ്ങളെ കുറച്ചുകൂടി സ്കില്ലിങ്, അവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, പക്ഷെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പരിശീലനം കൊടുത്താൽ ആ ജോലിക്ക് വേണ്ടി ആളെ കിട്ടും. ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജില്ലയിലെ കുടുംബശ്രീ ഭാരവാഹി പ്രവർത്തകരെ, ബ്ലോക്ക് അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളൊക്കെ ആയിട്ട് യോഗം ഉണ്ടായിരുന്നു. കരീപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SS സുവിത അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A അഭിലാഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ വാസുദേവൻ പിള്ള, പ്രിജി ശശിധരൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ R വിമൽചന്ദ്രൻ, നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ജ്യോതി, കരീപ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C ഉദയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M തങ്കപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിവപ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ CDS ചെയർപേഴ്സൺ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കൊല്ലം പ്രാക്കുളം ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച കരടികളി ശ്രദ്ധേയമായി. അരനെല്ലൂർ കരടികളി സംഘമാണ് കരടികളി അവതരിപ്പിച്ചത്. കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലായ കരടികളി അന്യം നിൽക്കാതെ പുതുതലമുറയുടെ കയ്യിൽ ഭദ്രമാണ്. മുൻകാലങ്ങളിൽ കൊല്ലം ജില്ലയിൽ ഓണത്തിന്റെ വരവറിയിച്ചിരുന്നത് കരടികളി സംഘങ്ങളായിരുന്നു. ഇടക്കാലങ്ങളിൽ എപ്പോഴോ അന്യം നിൽക്കുന്ന ഒരു കലാരൂപമായി ഇത് മാറി. എന്നാൽ കരടികളി പുതുതലമുറയുടെ കയ്യിൽ ഭദ്രമാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പ്രാക്കുളം ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച കരടികളി. കളങ്ങര രാഘവനാശാന്റെ നേതൃത്വത്തിലുള്ള
അരിനെല്ലൂർ കരടികളി സംഘമാണ് സ്കൂളിലും കരടികളി അവതരിപ്പിച്ചത്. വരുന്ന തലമുറയ്ക്ക് ഇത് പഠിക്കുന്നതിന് വേണ്ടി അരിനെല്ലൂർ ജവഹർ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ 500-ൽ പരം പുസ്തകം പാട്ടായിട്ട് ഉള്ള പുസ്തകവും പഴയ റൗണ്ടിലുള്ള CD ഇറങ്ങിയ സമയത്ത് ആ CD-യും പാട്ടുമായിട്ട് ഫ്രീ ആയിട്ട് വിതരണം ചെയ്ത് പുതിയ തലമുറയ്ക്ക് ഇത് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ അറിയാവുന്ന വിദ്യ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പുസ്തകം അച്ചടിച്ചിറക്കിയിട്ടുണ്ട്. ഈ കടികളെ പറ്റി പറയുമ്പോൾ ഇത് കേരളത്തിൻ്റെ തനി പച്ചയായ ഒരു നാടൻ കലയാണ്. അരിനെല്ലൂർ കടികളി സംഘത്തിന് കേന്ദ്രത്തിൻ്റെ അംഗീകാരം, സ്റ്റേറ്റ് ഗവൺമെൻറ് അംഗീകാരം, ഫോക്കുലോർ അക്കാദമിയുടെ അവാർഡ് ജേതാക്കളാണ് ഞങ്ങൾ. ഇത് പിന്നെ കടികളിയുടെ വേഷവിധാനത്തെ പറ്റി പറയുമ്പം ഇത് തനി പച്ചയായ നാടൻ കലയായതിൻ്റെ പേരിൽ മറ്റൊന്നും ഇതിനകത്ത് ചേർക്കാനൊക്കത്തില്ല. ഈർക്കിൽ കളഞ്ഞ ഓല ചെറിയ നാരുകളായിട്ട് കീറി അരയിലും കഴുത്തിലും കെട്ടി നല്ല കലാകാരന്മാരെ കൊണ്ട്, നല്ല ശില്പികളെ കൊണ്ട് കരടിയുടെ മുഖമൂടി ശില്പികളെ കൊണ്ട് പണിമിച്ച് മുഖത്ത് കെട്ടുമ്പോൾ കരടിയായി. പാട്ടിനും താളത്തിനുമൊപ്പം കരടിയും വേട്ടക്കാരനും ചുവടുവെക്കും. ഐതിഹ്യം മുതൽ ആനുകാലിക സംഭവങ്ങൾ വരെ കരടികളി പാട്ടിൽ ഉണ്ടാകും. കുട്ടിക്കാലം മുതൽക്കു തന്നെ ആ കാട്ടാള പയ്യൻ ആ കാട്ടിലെല്ലാം ഓടി നടന്നു. പാണ്ഡവർക്കു വിദ്യ പകർന്ന ആ ഗുരുവായ ദ്രോണരെയും ചെന്നു കണ്ടവൻ. കൈമണിയും കൈത്താളവുമാണ് കരടികളിയുടെ വാദ്യോപകരണം. മനോഹരമായ വായ്ത്താരിയും താളവുമാണ് ഇതിനെ ശ്രേഷ്ഠമാക്കുന്നത്. സ്കൂളിലെ വിദ്യാർത്ഥികൾ ആദ്യമായാണ് കരടികളി കണ്ടത്. അവരിലാകട്ടെ അത് ഏറെ ആവേശവും സൃഷ്ടിച്ചു. പാട്ടിനൊപ്പം കുട്ടികളും ചുവടുകൾ വെച്ചു. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആദ്യമായിട്ട് കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയൊക്കെ കാണാൻ ഉണ്ടായിരുന്നു. ഇഷ്ടമാണ്. കാണും. ഒരു കാലത്ത് തേവലക്കരയിലും അരിനെല്ലൂരിലെ നാട്ടുവഴികളിലും കരടി സംഘങ്ങൾ സജീവമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തെന്മല, ആനപ്പെട്ടക്കൊങ്കൽ, നെടുമ്പച്ച വനപ്രദേശങ്ങൾ സ്വാഭാവിക വനങ്ങളാകുന്നു. തീരുമാനത്തെ സ്വാഗതം ചെയ്ത് നെടുങ്ങല്ലൂർ പച്ച വനയാത്രാ സമിതി. യൂക്കാലിപ്സ്, അക്കേഷ്യ മരങ്ങൾ നീക്കം ചെയ്താണ് വനമേഖലയെ സ്വാഭാവിക വനമാക്കുന്നത്. 2026 നടത്തുന്ന വനയാത്രയിൽ നെടുങ്ങല്ലൂർ പച്ചയിലും യൂക്കാലിപ്സ് നീക്കുന്നിടത്തും വിതറുന്നതിനായി യോജ്യമായ തദ്ദേശീയനം ഫലവൃക്ഷങ്ങളുടെ 1 ലക്ഷത്തിലധികം വിത്തുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് വനയാത്രാ സമിതി. 2021 ഇക്കോ റെസ്റ്റോറേഷൻ പദ്ധതിയുടെയും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള ബൃഹത്തായ പദ്ധതിയുടെയും ഭാഗമായുള്ള നയത്തിന് അനുസൃതമായാണ് സംസ്ഥാനത്തെ വനപ്രദേശങ്ങളിൽ അക്കേഷ്യ, യൂക്കാലിപ്സ് ഇനങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കി യോജ്യമായ തദ്ദേശീയ ഇനങ്ങളെ നട്ടുപിടിപ്പിക്കാൻ തീരുമാനമെടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നെടുങ്ങല്ലൂർ പച്ച വനത്തോട് ചേർന്ന് കിടക്കുന്ന ആനപ്പെട്ടക്കൊങ്കൽ, നെടുമ്പച്ച വനപ്രദേശങ്ങൾ സ്വാഭാവിക വനങ്ങളാക്കി മാറ്റുന്നത്. 1964-65 കേരളത്തിൽ ആദ്യമായി യൂക്കാലിപ്സ് പ്ലാന്റ് ചെയ്ത നെടുമ്പച്ച വനത്തിലാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. നെടുമ്പച്ചയിൽ 10ഉം ആനപ്പെട്ടക്കൊങ്കലിൽ 21 ഉൾപ്പെടെ 33 ഹെക്ടർ യൂക്കാലി പ്ലാന്റാണ് മാറ്റുന്നത്. ഈ തടികൾ മുറിച്ച് കോട്ടയം വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയിലേക്കാണ് എത്തിക്കുക. 2026 മെയ്യിൽ നടത്തുന്ന വനയാത്രയിൽ നെടുങ്ങല്ലൂർ പച്ചയിലും യൂക്കാലിപ്സ് നീക്കുന്നിടത്തും വിതറുന്നതിനായി യോജ്യമായ തദ്ദേശീയ ഇനം ഫലവൃക്ഷങ്ങളുടെ 1 ലക്ഷത്തിലധികം വിത്തുകൾ ശേഖരിക്കാനുള്ള തീരുമാനത്തിലാണ് വനയാത്രാ സമിതി. വർഷങ്ങളായി വനയാത്രാ സമിതിയും പരിസ്ഥിതി സംഘടനകളും ഈ ആവശ്യം നിരന്തരമായി ഉന്നയിച്ചിരുന്നു. രൂക്ഷമായ വരൾച്ചയ്ക്കും ജലക്ഷാമത്തിനും വന്യജീവി ആക്രമണത്തിനും ഇടയാക്കിക്കൊണ്ട് പശ്ചിമഘട്ട വനത്തെയാകെ തകർത്ത യൂക്കാലിപ്സും അക്കേഷ്യയും നീക്കം ചെയ്ത് സ്വാഭാവിക വനമാക്കാനുള്ള തീരുമാനത്തിന് എല്ലാ പിന്തുണയും സഹായവും നൽകാൻ വനയാത്രാ സമിതി തീരുമാനിച്ചു. യോഗത്തിൽ പ്രസിഡന്റ് AT ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. വി അശോകൻ, വി ജയദേവൻ, N സോമരാജൻ, വി സന്തോഷ് കുമാർ, ജോസ് ഡേവിഡ്, ജോയി എരിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. കായംകുളം നഗരസഭയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായി ആരോപണം. നഗരസഭയിലെ 9ാം വാർഡിൽ 132 പേരുടെ വോട്ടുകൾ വെട്ടിമാറ്റിയതായാണ് ആരോപണം. ഇതിനെതിരെ മുസ്ലിം ലീഗ് കൗൺസിലർ അമ്പിളിയുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ പ്രതിഷേധിച്ചു. നഗരസഭാ ജീവനക്കാരുടെ പിന്തുണയോടെയാണ് കായംകുളം നഗരസഭ ടൗൺ 9ാം വാർഡിൽ 132ഓളം പേരുടെ വോട്ടുകൾ വെട്ടിമാറ്റിയതെന്ന്
UDF ആരോപിച്ചു. കൗൺസിലർ അമ്പിളി, നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, DCC ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ AP ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു. ഒരു വോട്ടറെ മാറ്റണമെങ്കിൽ അയാൾക്ക് മറ്റെവിടെയെങ്കിലും വോട്ടുണ്ട് എന്ന് കാണിക്കുന്ന ശക്തമായ രേഖ ഹാജരാക്കണം. അതിനില്ലെങ്കിൽ വോട്ടർ പട്ടിക കൊണ്ടുവന്ന് ഹാജരാക്കണം. ഇതൊന്നുമില്ലാതെ ഇയാൾ ഇവിടെ സ്ഥലത്തില്ല, അയാൾ ഇവിടെ സ്ഥലത്തില്ലെന്നും പറഞ്ഞ് 150ഓളം പാവപ്പെട്ട ആളുകളെയാണ് ഇന്ന് മരിച്ചുപോയ ആളുകളെ, ഒരു ജീവിച്ചിരിക്കുന്ന ആളുകളെ മരിച്ചുപോയി എന്ന് വരെ എഴുതി കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ആളുകളെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ആ പരാതിക്കാരൻ്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷന് സെക്രട്ടറി പരാതി കൊടുത്ത് നടപടിയെടുത്ത് അയാളെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിച്ചു. CPM ആണ് വ്യാജ പരാതിയിലൂടെ വോട്ടർമാരെ മാറ്റിയതെന്ന് ഇവർ കുറ്റപ്പെടുത്തി. ജീവിച്ചിരിക്കുന്ന വോട്ടറെ മരിച്ചു എന്ന് CPM തെറ്റിദ്ധരിപ്പിച്ചു. വ്യാജ പരാതി ഉന്നയിച്ച CPMകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. പരമ്പരാഗതമായ UDFന്റെ വോട്ടർമാരെ അവരെ സ്ഥലത്തില്ല, താമസക്കാരല്ല, മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് പല വാർഡുകളിലും, അത് ഏറ്റവും കൂടുതലായി ബാധിച്ചിരിക്കുന്നത് മാർക്കറ്റിലെ വാർഡുകൾ. നഗരസഭയിലെ 45 വാർഡുകളിലും ഇതുപോലെ വോട്ട് മോഷണം നടന്നു വരികയാണെന്നും UDF നേതാക്കൾ ആരോപിച്ചു. വോട്ടുകൾ വെട്ടിമാറ്റാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും UDF ആവശ്യപ്പെട്ടു. അവരുടെ എല്ലാവരുടെ വോട്ട് വെട്ടാൻ വ്യാപകമായി കൊടുത്തിരിക്കുകയാണ്. അവരെല്ലാം സാധാരണക്കാരാണ്. ഇറച്ചിക്കടകളിലും മീൻ മാർക്കറ്റിലും അതുപോലെ പച്ചക്കറി മാർക്കറ്റിലും ജോലി ചെയ്യുന്ന സാധാരണക്കാരാണ്. അവരുടെ ഈ ഒരു ദിവസത്തെ വേതനം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ എൻ്റെ വാർഡിൽ കാല് മുറിച്ച് ഹൈ ഷുഗർ ആയിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. രാവിലെ 10:30 ആയപ്പോൾ വന്നതാണ്. ഇതുവരെ പുള്ളിയുടെ ഹിയറിംഗ് നടന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കായംകുളം. NRIG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുക, തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക, തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. കരുനാഗപ്പള്ളി BSNL ഓഫീസിലേക്കായിരുന്നു മാർച്ച്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ NRIG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി BSNL ഓഫീസിലേക്കായിരുന്നു മാർച്ചും ധർണയും. തൊഴിലുറപ്പ് പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുക, തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറിച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക, കാർഷിക മേഖലയെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, കൂലി 600 രൂപയാക്കി വർദ്ധിപ്പിക്കുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം BSNL ഓഫീസിന് മുന്നിലെത്തി സമാപിച്ചു. തുടർന്ന് ചേർന്ന യോഗം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് C രാധാമണി ഉദ്ഘാടനം ചെയ്തു. ഇതിനെ നിലനിർത്തി പോകേണ്ടത്, ഇതിനെ പരിരക്ഷിക്കേണ്ടത് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റാണ്. ഇവിടെ നമുക്ക് ദാരിദ്ര്യം ഒരു പരിധിവഴിയിൽ നിന്നൊക്കെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, തൊഴിലില്ലായ്മ ലഘൂകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വസ്തുതയായിട്ട് നിലനിൽക്കുമ്പോൾ ഇതിന്റെ ആക്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ ഇത് പ്രതിവർഷം ഒരു വർഷം 365 ദിവസമാണുള്ളത്. ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് മിനിമം 100 ദിവസമെങ്കിലും തൊഴിൽ കൊടുക്കണമെന്നാണ് ആക്ടിൽ സൂചിപ്പിച്ചിരുന്നത്. റംല റഹീം അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് R സോമരാജൻ പിള്ള, D രാജൻ, J രവീന്ദ്രൻ, T ബീന, J സോമൻ, സുകുമാരി, V കല, KV വിജയൻ, S സനി, മനുരാജ്, രമണിയമ്മ, ലതികകുമാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ചവറയിൽ കവി ONV കുറുപ്പിന്റെ നമ്പ്യാടിക്കൽ തറവാട്ടിൽ സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിലാണ് പൊന്നരിവാൾ അമ്പിളിയിൽ ഓർമ്മകളിൽ ONV എന്ന പരിപാടി സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന നാടകങ്ങളും പെർഫോമിംഗ് ആർട്ടുകളും അവതരിപ്പിക്കുന്നതിനുള്ള സ്ഥിരം വേദിയാണ് ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്റർ. മലയാളത്തിന്റെ മഹാകവിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ച കലാസാംസ്കാരിക പ്രവർത്തകരാണ് ചവറയിലെ ONVയുടെ നമ്പ്യാടിക്കൽ തറവാട്ടിൽ ഒത്തുചേർന്നത്. രാജ്യാന്തര നിലവാരം പുലർത്തുന്ന നാടകങ്ങളും പെർഫോമിംഗ് ആർട്സുകളും കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള സ്ഥിരം വേദി എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിലാണ് നമ്പ്യാടിക്കൽ തറവാട്ടിൽ ഇവർ ഒത്തുചേർന്നത്. പൊന്നരിവാൾ അമ്പിളിയിൽ ഓർമ്മകളിൽ ONV എന്ന പരിപാടിയുടെ ഭാഗമായിരുന്നു ഒത്തുചേരൽ. ONVയുടെ പാട്ടുകളിലെയും കവിതകളിലെയും രാഷ്ട്രീയ സ്നേഹസ്പർശങ്ങൾ അവതരിപ്പിച്ച് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ സ്മൃതി സദസ്സ് ഉദ്ഘാടനം ചെയ്തു. MT വാസുദേവൻ നായർ തിരുവനന്തപുരത്ത് ONV തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ വന്ന് പ്രസംഗിച്ച ഒറ്റ വാചകത്രയേ ഉള്ളൂ: നമ്മെ കൂവി ഉണർത്തിയ പൂങ്കോഴിയാണ് ONV കുറുപ്പ്. അതാണ് അദ്ദേഹത്തിന്റെ ചരിത്ര പ്രസക്തി. മറ്റു കവികൾക്കുള്ളതിനേക്കാൾ ഒരു കാലത്തെയാണ് അദ്ദേഹം ഉണർത്തിയത്. ഒരു വലിയ ചരിത്രത്തെ ഉണർത്തിയ പാട്ടുകാരനാണ്. ഉണർന്നവരും ഉണർത്തിയവരുമായ എത്രയോ പേർ. അങ്ങനെ ദീർഘമായിട്ട് ഞാൻ ആ കാലത്തെ വിസ്തരിക്കുന്നില്ല. കാലം നിങ്ങൾക്കറിയാം.
ആ കാലം അറിഞ്ഞവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ. നിർഭാഗ്യവശാൽ ഇതിപ്പോൾ ഒരു തന്തവൈബായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ ആളുകൾ പറയുന്നത് കുട്ടികൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ തന്തവൈബ് പറഞ്ഞു തീർക്കുകയാണെന്നാണ്. പക്ഷെ ഇവിടെ കുറേ ചെറുപ്പക്കാരെ കാണാനുള്ളൂ, കുറേ കുട്ടി വൈബ്, ചെറുപ്പക്കാരുടെ വൈബും ഇവിടെ കാണാനുണ്ട്. ഇതൊരു മനുഷ്യൻ്റെ വൈബായിരുന്നു ഒരു കാലത്ത്. ആ വൈബ്രേഷനാണ് ONV സൃഷ്ടിച്ചത്. സാംസ്കാരിക പ്രവർത്തകരും കവികളും ഉൾപ്പെടെ പ്രഭാഷണങ്ങളുമായി ഒത്തുചേർന്നു. കവി ചവറ KS പിള്ള, ബീന സജീവ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് JR സുരേഷ് കുമാർ, പ്രദീപ്, ഷാജു, അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പന്മന നിശാന്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല പ്രവർത്തകർ, ONVയുടെ കുടുംബാംഗങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ കൂട്ടായ്മയിൽ പങ്കാളികളായി. ലൈബ്രറി കൗൺസിൽ ചവറ പഞ്ചായത്ത് നേതൃസമിതിയാണ് സംഘാടനം നിർവഹിച്ചത്. OV വിജയന്റെ കൃതിയെ അടിസ്ഥാനമാക്കി ദീപൻ ശിവരാമൻ തയ്യാറാക്കിയ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നാടകം ഡിസംബർ 27 മുതൽ 30 വരെ കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള 5 മാസം വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികൾ ജില്ലയിലെമ്പാടും സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് ചവറയിലും പരിപാടി സംഘടിപ്പിച്ചത്. പറയൂ നിൻ ഗാനത്തിൽ നോക്കരാത്ത തേനിന്റെ മധുരിമയങ്ങനെ വന്നു, പരമപ്രകാശത്തിനൊരു തുള്ളിയാരോ നിൻ നെറുകയിലിറ്റിക്കയാലോ, വരുമൊരുഷസിന്റെ തേരുരുൾപ്പാട്ടിന്റെ ശ്രുതിയൊത്ത് പാടുകയാലോ. ന്യൂസ് ബ്യൂറോ, ചവറ. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുന്നതിന് കിഫ്ബി മുഖേന കൂടുതൽ നിക്ഷേപം നടത്തിയത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. വാക്കനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെയും ടോയ്ലറ്റ് കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സ്കൂളിലെ കെട്ടിട നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടത്തിന് 3.9 കോടിയുടെ ടെൻഡർ നടപടിയായി. കൊട്ടാരക്കര ടൗൺ ബോയ്സിൽ 3D ലാബ് സൗകര്യം ഉടൻ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. വാക്കനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെയും ടോയ്ലറ്റ് കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി KN ബാലഗോപാൽ. രാജ്യാന്തര നിലവാരത്തിലുള്ള കെട്ടിട നിർമ്മാണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര ടൗൺ ബോയ്സിൽ 3D ലാബ് സൗകര്യം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതപ്പോൾ എടുത്തു പറയേണ്ടതാണ് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചിരിക്കുന്ന ആ ടോയ്ലറ്റ് ബ്ലോക്ക്. സാധാരണ നമ്മുടെ ടോയ്ലറ്റ് ബ്ലോക്കുകൾ പലപ്പോഴും അത് പണിയുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫിനിഷിംഗ് എത്രയാണ്, ഇത് നല്ല ഫിനിഷിംഗ് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരോട് ചോദിക്കുകയായിരുന്നു, ആരാണ് ഇത് ചെയ്തത്? നല്ല ഡിസൈനാണ്, നന്നായി അത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകളുടെ അവസ്ഥ വലിയ മാറ്റം ഉണ്ടാവുന്നതിന് ഉദാഹരണമില്ല. മുമ്പൊക്കെ സ്കൂളിലെ ക്ലാസ് മുറിയും ടോയ്ലറ്റും ഒക്കെ ഇങ്ങനെ സൗകര്യമുള്ളതൊന്നും ഉണ്ടാകാറില്ല. നമ്മുടെ നാട്ടിൽ വലിയ മാറ്റമുണ്ട്. പലപ്പോഴും ആ മാറ്റം സമയബന്ധിതമായി പൂർത്തീകരിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമുണ്ട്. ഇവിടെ എനിക്ക് MLA ആയി വന്നപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ഈ പണി തീരാത്തതിനെ സംബന്ധിച്ച് കൊടുത്ത സംഘാടകർ ശ്രീകുമാറാണെങ്കിൽ ആഴ്ചയിലും, പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള ആളുകള്, ഇവിടുത്തെ എല്ലാവരും ഇതിന്റെ പണി തീരാത്തതിനെ സംബന്ധിച്ച് വലിയ പരാതി ഉണ്ടായിരുന്നു. പണി തീർന്നു. അടുത്ത കെട്ടിടത്തിന്റെ ടെൻഡർ ഇപ്പോൾ വന്നു. 3.9 കോടിയുടെയാണ് കിട്ടിയത്. അതിപ്പോ ടെൻഡറായിട്ട് അതിന്റെ കോൺട്രാക്ട് എടുത്തു. ഇനിയിപ്പോ എഗ്രിമെന്റിന്റെ നടപടികളാണ് നടക്കുന്നത്. 3.9 കോടിയുടെ ഒരു കെട്ടിടം കൂടി ഇതിന്റെ താഴോട്ട് വരുമ്പോൾ വളരെ സൗകര്യപ്രദമാകും ഇവിടെ ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും. വാക്കനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 കോടി രൂപ ചെലവിലാണ് അക്കാദമിക ബ്ലോക്ക് നിർമ്മിച്ചത്. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് പൂർത്തീകരിച്ചത്. ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A അഭിലാഷ് നിർവഹിച്ചു. കരീപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SS സുവിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഉന്നത വിജയികളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രജി ശശിധരൻ ഡിജിറ്റൽ മാഗസിൻ പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ആഘോഷങ്ങൾ ജനങ്ങളുടെ സന്തോഷം ഇരട്ടിയാക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പത്തനാപുരത്ത് ഫ്ലവർ ഷോയും ഓണം ഫെസ്റ്റും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂവും പൂവിളിയുമായി അത്തം പിറന്നതിന്റെ ആഘോഷം കൂടിയായിരുന്നു പുഷ്പമേളയും ഓണം ഫെസ്റ്റും. ആദ്യമായാണ് പത്തനാപുരത്ത് പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. ഇല്ലായ്മകളിൽ നിന്നും കരകയറുന്ന ജനതയ്ക്ക് ഓണാഘോഷം വാനോളം സംതൃപ്തി നൽകുന്നതാണെന്നും മന്ത്രി ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു.
ആഘോഷങ്ങൾ ജനങ്ങളുടെ സന്തോഷം ഇരട്ടിയാക്കുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. പത്തനാപുരത്ത് ഫ്ലവർ ഷോയും ഓണം ഫെസ്റ്റും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂവും പൂവിളിയുമായി അത്തം പിറന്നതിന്റെ ആഘോഷം കൂടിയായിരുന്നു പുഷ്പമേളയും ഓണം ഫെസ്റ്റും. ആദ്യമായാണ് പത്തനാപുരത്ത് പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. ഇല്ലായ്മകളിൽ നിന്നും കരകയറുന്ന ജനതയ്ക്ക് ഓണാഘോഷം വാനോളം സംതൃപ്തി നൽകുന്നതാണെന്നും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ഇത്തരം ആഘോഷങ്ങളിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു മേഖലയാണ് നമുക്കറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ എല്ലാ മേളകളും വിജയിച്ചിട്ടുണ്ട്. ഈ മേള വളരെ വ്യത്യസ്തമായ നിലയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഗംഭീരമായി ഒരുക്കുവാൻ ഇതിന്റെ സംഘാടകർ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന്റെ സജീവമായ പഞ്ചായത്ത് മെമ്പർമാരുടെ ഓരോരുത്തരുടെയും സജീവമായ പിന്തുണയും പഞ്ചായത്തിന്റെ ഒരു വലിയ സപ്പോർട്ടും ഇതിന്റെ ഇത്തരത്തിലൊരു പദ്ധതി തുടങ്ങുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിന് വേണ്ടി ആദ്യം NSSനെ സമീപിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് പഞ്ചായത്തുമായി സഹകരിക്കുകയാണെങ്കിൽ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പഞ്ചായത്തിനെ സമീപിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ എല്ലാ അംഗങ്ങളും ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ അവർ തീരുമാനിച്ചു. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്രയോടെയായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. NSS ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത രാജേഷ്, കെ സുലോചന, ബൽക്കീസ് ബീഗം, തൗസിയ മുഹമ്മദ്, മണി സോമൻ, സലൂജ ദിലീപ്, CR നജീബ് എന്നിവർ പങ്കെടുത്തു. സെപ്റ്റംബർ 22 വരെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കോർഡിനേറ്റർമാരായ അനീഷ്, അഫ്സൽ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കരുനാഗപ്പള്ളിയിൽ സഹകരണ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. സർവീസ് സഹകരണ ബാങ്കിൽ കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെയാണ് സഹകരണ ഓണച്ചന്തയ്ക്ക് തുടക്കമായത്. കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സഹകരണ ഓണച്ചന്തയ്ക്കാണ് കരുനാഗപ്പള്ളിയിൽ തുടക്കമായത്. കരുനാഗപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലാണ് ഓണച്ചന്ത ആരംഭിച്ചത്. ഓണച്ചന്തയുടെ ഉദ്ഘാടനം സഹകരണ ബാങ്ക് പ്രസിഡന്റ് C. വിജയൻപിള്ള നിർവഹിച്ചു. ഈ വർഷത്തെ ഓണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാർ കേരളത്തിലെ പാവപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും പ്രതീകമായിട്ട് എല്ലാ ദുർഘട ഘട്ടത്തിലും ഒരു കൈത്താങ്ങും സഹായവുമായിട്ട് എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം ഈ നാട്ടിലെ മലയാളികൾ അഭിമാനപൂർവ്വം ആഘോഷിക്കുന്നതിലേക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങളാണ് ചെയ്തു തീർത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഖജനാവിൽ നിന്നും ഓണത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഏതാണ്ട് 20,000 കോടി രൂപയോളമാണ് നീക്കി വെച്ചിട്ടുള്ളത്. 20,000 കോടി രൂപയും സൗജന്യം കൊടുക്കുന്നതിലേക്ക് വേണ്ടി മാത്രമല്ല, കൺസ്യൂമർ ഫെഡ് വഴിയും നമ്മുടെ സപ്ലൈകോ വഴിയും സാധനങ്ങൾ സബ്സിഡി ഇനത്തിൽ വിതരണം ചെയ്യുന്നതിനും ഉദ്യോഗസ്ഥർക്കും മറ്റ് ജീവനക്കാർക്കും ബോണസും ഉത്സവത്തെ നൽകുന്നതിലേക്ക് വേണ്ടിയും പാവപ്പെട്ട വേഴാമ്പലിൻ്റെ കൂട്ട് കാത്തിരിക്കുന്ന 1,200 രൂപയുള്ളെങ്കിൽ ഒരു മാസം 1,200 രൂപയുള്ളെങ്കിൽ ഒരു മാസം ഒരു വലിയ സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ കാത്തിരിക്കുന്ന വാർദ്ധക്യം ചെന്ന ആളുകൾക്ക് 2 ഗഡു ക്ഷേമ പെൻഷനും അനുവദിച്ച് ഭരണസമിതി അംഗം സദാനന്ദൻ കരിമ്പാലിൽ അധ്യക്ഷത വഹിച്ചു. PN മുത്തുകൃഷ്ണൻ, ഗോപൻ, അമൃത, സുജി, ബാങ്ക് സെക്രട്ടറി B. ഗംഗ തുടങ്ങിയവർ പങ്കെടുത്തു. അരി, പച്ചരി, പഞ്ചസാര, പയർ, കടല, ഉഴുന്ന്, തുവര, മുളക്, മല്ലി, വെളിച്ചെണ്ണ തുടങ്ങി 16 ഇനം സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ 26 ഇനങ്ങളാണ് സഹകരണ ഓണച്ചന്തയിലൂടെ ലഭ്യമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തമ്പാൻജി സൗഹൃദ കൂട്ടായ്മയും നാലുകണ്ടത്തിൽ P. ദാമോദരൻ സ്മാരക ട്രസ്റ്റും സംയുക്തമായി ചവറയിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. KPCC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M. ലിജു ഉദ്ഘാടനം ചെയ്തു. ശക്തമായ നിലപാടുകൾ കൊണ്ടും പ്രവർത്തന മികവ് കൊണ്ടും സ്വാധീന ശക്തി കൊണ്ടും ധീരതയുടെ പ്രകാശഗോപുരമായിരുന്നു പ്രതാപവർമ്മ തമ്പാൻ എന്ന് M. ലിജു അനുസ്മരിച്ചു. പരന്ന വായനയിലൂടെ ലഭിക്കുന്ന ചരിത്രപരമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ സാഹചര്യത്തിന് അനുസൃതമായി ധീരമായ നിലപാടുകളിലൂടെ സമൂഹത്തിന് ചാലകത നൽകിയ നേതാവായിരുന്നു പ്രതാപവർമ്മ തമ്പാനെന്ന് KPCC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M. ലിജു അഭിപ്രായപ്പെട്ടു. തമ്പാൻജി സൗഹൃദ കൂട്ടായ്മയും നാലുകണ്ടത്തിൽ P. ദാമോദരൻ സ്മാരക ട്രസ്റ്റും സംയുക്തമായി ചവറയിൽ സംഘടിപ്പിച്ച പ്രതാപവർമ്മ തമ്പാൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ വിഷയങ്ങളെയും ചരിത്രപരമായി തന്നെ മനസ്സിലാക്കി നിലപാടെടുക്കാനുള്ള കരുത്ത് അദ്ദേഹം. 2, അദ്ദേഹം അടിപൊളി പ്രവർത്തകരെ മനസ്സിലാക്കിയ ഗ്രാസ് റൂട്ടിൽ നിന്ന് വളർന്നുവന്ന നേതാവായതുകൊണ്ട് തന്നെ ഉജ്ജ്വലമായ സംഘടന ശേഷിയും പ്രവർത്തകരെ പ്രചോദിപ്പിക്കാനുള്ള ഒരു കഴിവും അദ്ദേഹത്തിന് വലുതായിട്ടുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് ആയാലും KSU ക്യാമ്പുകളിലൊക്കെ ഞാൻ ഓർക്കുന്നു, അദ്ദേഹം വന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വളരെ രസകരമായ ശൈലി, പ്രതാപവർമ്മ തമ്പാന് മാത്രം ഉള്ള അനുകരിക്കാൻ കഴിയാത്ത ഒരു പ്രസംഗ ശൈലിയും ഒരു സംഭാഷണ ശൈലിയുമായിരുന്നു ഉണ്ടായത്.
ശരിയാണെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ധൈര്യം രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ട ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അല്ലാതെ ഇനി എന്റെ ദേഹത്ത് എന്ത് സംഭവിക്കും, ഞാൻ ചെറുതെറിക്കപ്പെടുമോ എന്ന് ചിന്തിക്കാതെ ഇമേജുകൾക്ക് അപ്പുറത്ത് നിലപാടെടുക്കുവാൻ സൗഹൃദ കൂട്ടായ്മ ചെയർമാൻ ചവറ ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. അരവിന്ദൻ നാലുകണ്ടത്തിൽ, അഖിലേഷ് തുളസി, ആർ അരുൺരാജ്, മേച്ചത്ത് ഗിരീഷ്, ജയകുമാർ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, കിഷോർ അമ്പലക്കര, ജയപ്രകാശ്, പൊന്മന നിശാന്ത്, ജോസ് ടൈറ്റസ്, ചിത്രാലയം രാമചന്ദ്രൻ, ജിജി, ഷാഖറുത്തേടം, റിനോഷ, ബിജി, പന്മന തുളസി, അരവിന്ദ് ബാബു, ഹനീഫ എന്നിവർ പങ്കെടുത്തു. രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ പത്തനംതിട്ട ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ വിജി വിശ്വനാഥ, മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയ സബ് ഇൻസ്പെക്ടർ ഹാഷിം, ചവറയിലെ മുതിർന്ന കാരണവർ പന്മന സ്വദേശി നാരായണൻ, യുവപ്രതിഭകളായ മീനാക്ഷി നെല്ലിപ്പറമ്പിൽ, ആദി SP എന്നിവരെ ചടങ്ങിൽ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് P ജെർമിയാസ് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. മാവേലിക്കര പന്തളം റോഡിൽ ഇടപ്പോണിൽ വാഹനാപകടം, 17 പേർക്ക് പരിക്ക്. KSRTC ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കുടുംബശ്രീ ഓണം വിപണനമേളയ്ക്ക് തുടക്കം. കൊല്ലം ജില്ലാതല ഉദ്ഘാടനം നെടുമൺകാവിൽ. വിജ്ഞാന കേരളം പദ്ധതിയിൽ കുടുംബശ്രീ അംഗങ്ങളെ തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാക്കിയെടുക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ആനപ്പെട്ടക്കൊങ്കൽ നെടുമ്പച്ച വനപ്രദേശങ്ങൾ സ്വാഭാവിക വനങ്ങളാകുന്നു. യൂക്കാലിപ്സ്, അൽക്കേഷ്യ മരങ്ങൾ നീക്കം ചെയ്യും. തദ്ദേശീയ ഇനം ഫലവൃക്ഷങ്ങളുടെ 1 ലക്ഷത്തിലധികം വിത്തുകൾ ശേഖരിക്കാൻ വനയാത്രാ സമിതി. ആഘോഷങ്ങൾ ജനങ്ങളുടെ സന്തോഷം ഇരട്ടിയാക്കുമെന്ന് മന്ത്രി KV ഗണേഷ് കുമാർ. പത്തനാപുരത്ത് ഫ്ലവർ ഷോയും ഓണം ഫെസ്റ്റും ആരംഭിച്ചു. ആദ്യമായാണ് പത്തനാപുരത്ത് പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.